ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സദ്യ ആയാൽ ഇഞ്ചിക്കറി ഇല്ലാതെ എന്ത് സദ്യ അല്ലേ? 1000 കറികൾക്ക് സമമാണ് ഒരു ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? അപ്പം ഞങ്ങൾ ഇന്നിവിടെ ഒരു ഓണസദ്യയുടെ പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാനൊരു ലാർജ് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു 45 പേർക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 45 പേർക്ക് സദ്യക്ക് വിളമ്പാൻ പാകത്തിനുള്ള ഒരു ക്വാണ്ടിറ്റി ഇത്രയും ഉണ്ടാക്കിയാൽ കിട്ടും. അപ്പോൾ ഇതൊരു കുഞ്ഞു സ്പൂൺ വെച്ചല്ലേ കഴിക്കുന്നുള്ളൂ. തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം 3/4 കിലോ ഇഞ്ചി ചെറുതായി നുറുക്കി ചോപ്പറിലിട്ട് വളരെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തു. അപ്പോൾ ചോപ്പറുള്ളതുകൊണ്ട് ഇത് അരിയാൻ എളുപ്പമാണ്. ഇത് അരിയുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത വീക്കുകളിലേക്ക് ഉപയോഗിക്കാനായിട്ട് കുറച്ച് ഇഞ്ചി ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് നമ്മുടെ ഐസ് ക്യൂബിൻ്റെ ട്രേ ഉണ്ടല്ലോ, ആ ട്രേയിൽ ഫില്ല് ചെയ്ത് ഒരു ദിവസം ഫ്രീസറിൽ വെച്ചിട്ട് വീണ്ടും ഇതെടുത്ത് ഒരു 2 സെക്കൻഡ് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ പാക്ക് ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ ഓരോ തവണയും കറികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതൊരു ക്യൂബ് വെച്ചെടുത്ത് കറികളിൽ ഉപയോഗിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ തൊലി കളഞ്ഞ് അരിഞ്ഞ് ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇഞ്ചിക്കറിയുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വറുത്ത് പോരുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പണി എന്ന് പറയുന്നത്. കോക്കനട്ട് ഓയിലിൽ തന്നെയാണ് വറുത്തത്. ഇപ്പം നമുക്ക് വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നും, പക്ഷേ ഇത് വെന്ത് വെള്ളം എല്ലാം വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ വെളിച്ചെണ്ണ കറക്റ്റായിട്ട് വരും. കണ്ടോ, ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തതല്ല, ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ വെളിച്ചെണ്ണയുടെ ബാക്കിയൊന്നും കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. കറക്റ്റായിട്ടുള്ള ആവശ്യത്തിനുള്ളതേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഇന്ത്യൻ ഇഞ്ചി തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഈ ചൈനീസ് ഇഞ്ചി നമുക്ക് ക്ലീൻ ചെയ്യാനും തൊലി കളയാനും ഒക്കെ എളുപ്പമാണെങ്കിലും അത് വെച്ചിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഇന്ത്യൻ ഇഞ്ചിക്ക് തന്നെയാണ്, നല്ല മൂത്ത ഇന്ത്യൻ ഇഞ്ചി കൊണ്ട് ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറിയുടെ രുചി തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഇന്ത്യൻ ഇഞ്ചി കിട്ടുന്ന സ്ഥലങ്ങളിലുള്ളവർ അത് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതേ നമ്മുടെ ഇഞ്ചി പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമ്മൾ വറുത്ത് കോരണം. കരിഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ നല്ലപോലെ വെള്ളം എല്ലാം പോയി നല്ല ക്രിസ്പി ആയിട്ട് നല്ല കിലുകിലൂന്ന് വെച്ച് കേൾക്കണം. അതുപോലെ നല്ല വറുത്ത് കോരണം. അപ്പം ഞാൻ 2 തവണകളായിട്ട് നമ്മുടെ ഇഞ്ചി കംപ്ലീറ്റ് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 നെല്ലിക്ക വലുപ്പത്തിന് ഉള്ള പുളി, നമ്മുടെ വാളംപുളിയാണ്, കുടംപുളിയല്ല, മീൻകറി വയ്ക്കുന്ന പുളിയല്ല, വാളംപുളി ഒരു 1.5 നെല്ലിക്ക വലുപ്പത്തിന് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തേങ്ങാപ്പീര വറുത്തത്. അപ്പം ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വറുത്ത് വെച്ചേക്കണതാണ്. അപ്പം നിങ്ങൾക്കും അതും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. യാതൊരുവിധ ടേസ്റ്റ് ഡിഫറൻസും ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വറുത്തരകളിലെല്ലാം ഉപയോഗിക്കാൻ അടിപൊളിയാണ്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നല്ല കിടിലനായിട്ട് അരച്ചെടുക്കാവുന്നേ ഉള്ളൂ. കുറച്ച് നേരം ഗ്രൈൻഡ് ചെയ്താൽ മതി, ഇതുപോലെ എണ്ണ തെളിഞ്ഞ് അരഞ്ഞു കിട്ടും. അപ്പോൾ വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പച്ച കളറിലും ആയി പോകും കേട്ടോ. നമുക്ക് ഇഞ്ചിക്കറിക്ക് നല്ല ഡാർക്ക് കളറൊക്കെ കിട്ടണമെങ്കിൽ ഇതിങ്ങനെ തന്നെ അരച്ചെടുക്കുക. ഇനി ഞാൻ ചെയ്തിരിക്കുന്നത്, നമ്മളിപ്പോൾ ഇഞ്ചി വറുത്ത് കോരിയ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റി. ഇവിടെ നിങ്ങൾക്ക് പച്ചമുളകും ഇടാം കേട്ടോ. ഞാൻ കുഞ്ഞുങ്ങൾ കടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് പച്ചമുളക് ഇടാത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം. ഇത്രയും നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴന്നതിന് ശേഷം, കാരണം ഞാൻ ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി എന്നൊക്കെ പറയണത് കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ, അല്ലെങ്കിൽ പിള്ളേർ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാൻ ഒക്കെ നല്ലതാണ്. ഇഞ്ചിക്കറി എത്ര നാളിരുന്നാലും കേടൊന്നും ആവുമൊന്നുമില്ല. അപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇനി ഞാനത് നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. അപ്പം നിങ്ങൾക്ക് ഈ മുളക് പൊടി കുറച്ച് യൂസ് ചെയ്യേണ്ടവർക്ക് കുറച്ച് യൂസ് ചെയ്ത്, എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഇട്ടത്. പിന്നെ ഇഞ്ചിക്ക് നല്ല എരിവ് കാണും, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചും കൂട്ടിയിടാം. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്തു. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ സൗകര്യങ്ങളില്ലാത്തവർക്ക്, ഒരാഴ്ചത്തെ കൂടുതൽ യൂസ് ചെയ്യേണ്ടവർക്ക് നമുക്ക് ഈ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ
ഒന്നുകിൽ ചേർക്കാതിരിക്കാം, അല്ലെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചേർക്കാം. കാരണം പുറത്തിരിക്കുമ്പം മല്ലിപ്പൊടി കാര്യം വഴറ്റിയതുകൊണ്ട് ഒരാഴ്ച വരെ ഒന്നും കേടാവില്ല. പക്ഷേ അതിന് ശേഷം അത് ചിലപ്പോൾ കേടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പിള്ളേർക്ക് ഹോസ്റ്റലിൽ കൊടുത്തു വിടുന്നവർക്ക്, ഫ്രിഡ്ജിൽ വയ്ക്കാൻ സൗകര്യങ്ങളില്ലാത്തവർക്ക് മല്ലിപ്പൊടി ചേർക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ള പുളി നന്നായിട്ട് ഞെരടി അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിച്ചൊഴിക്കുവാണെങ്കിൽ അതാണ് നല്ലത്, അല്ലെങ്കിൽ ഈ പുളിയുടെ പീസസൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പുളിയുടെ അളവും കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. എനിക്ക് ഇത്രയും പുളിയാണ് കറക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുകയാണ്. തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന വറുത്തരയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിക്കറിയുടെ മെയിനായിട്ടുള്ള പരിപാടികളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് മേക്കർ. ഇപ്പം നമ്മൾ പുളി ചേർത്തു, ഉപ്പ് ചേർത്തു, ഇഞ്ചിയുടെ എരിവ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കറിനെ ആഡ് ചെയ്യാൻ പോണത്. അത് ശർക്കരയാണ്. അപ്പം ഞാൻ 3/4 കിലോ ഇന്ത്യൻ ഇഞ്ചിക്ക്, നല്ല നൂറുള്ള എരിവുള്ള ഇന്ത്യൻ ഇഞ്ചിക്ക് 10 ടീസ്പൂൺ ശർക്കരയാണ് ചേർത്തത്. അപ്പം നിങ്ങൾക്ക് ഒരു 5 ടീസ്പൂൺ തൊട്ട് ചേർത്തിട്ട് മധുരം പാകത്തിനാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. എനിക്ക് 10 ടീസ്പൂൺ ഇട്ടപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള ഇഞ്ചിക്കറിയുടെ ഒരു ഫ്ലേവർ എല്ലാം ബാലൻസ് ചെയ്ത് വരുന്നതായിട്ട് ഫീൽ ചെയ്തത്. അപ്പം ഞാൻ 10 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരോടെ ഒന്ന് തിളയ്ക്കാൻ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞ് വരും. ആ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇഞ്ചിക്കറിയുടെ പാകം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് നേരോടെ കഴിയുമ്പോഴത്തേക്ക് നല്ല കുറുകിയ നല്ല കൺസിസ്റ്റൻസിയിലേക്ക് എത്തും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ അതേ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഇഞ്ചി ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്ന ഇഞ്ചി ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ക്യൂബ്സ് എല്ലാം ഒരു 2 സെക്കൻഡ് പുറത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഇളക്കിയെടുത്ത് ഒരു ടിന്നിലിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇതുപോലെ ഓരോ ക്യൂബ്സ് എടുത്ത് കറികളിലെല്ലാം ഉപയോഗിക്കാം. ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം അടിപൊളി ഒരു ഇഞ്ചിക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയാം. ഓക്കെ, താങ്ക് യു.